നമ്മൾ ഇന്ന് വിമിയാസ് നമ്മളെ വീഡിയോ പ്രൊജക്ടർ അത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കുള്ള ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് ശകലം പാടുപെടും. ഓക്കെ, ഒരു ബാഗിൻ്റെ അകത്താണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു നോർമൽ ഒരു ബാഗിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. എടുത്തു വന്നപ്പോൾ ഇങ്ങനെ കണ്ടോ, അടിപൊളി ഒരു ബാഗാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബാഗിൻ്റെ അകത്ത് വളരെ സെക്യൂറായിട്ടാണ് ഈ സാധനം വെച്ചേക്കുന്നത്. നോക്കാം. ഭയങ്കര റിവ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത് കേട്ടോ. ഇത് പറയുന്നത് 3 years വാറൻറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യണം നമ്മൾ ഓൺലൈനിൽ പോയിട്ട്. 3 ദിവസത്തിനുള്ളിൽ ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. മറ്റെന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. പവർ കേബിൾ വന്നിട്ടുണ്ട്, പിന്നെ ഓഡിയോ വീഡിയോ കേബിള്, പിന്നെ ഇൻസൈഡ് ഒരു റിമോട്ടുണ്ട്. അതിനകത്ത് റിമോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ സാധനം പ്രൊജക്ടർ. ഇതാണ് പ്രൊജക്ടർ. അതെടുത്ത് കാണിക്കാം. പിന്നെ മുമ്പായിട്ട് വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടോ നോട്ടെ. വേറെ എന്തൊക്കെയോ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നോക്കണം. ഇനി ചിലപ്പോൾ ഇതിൻ്റെ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള ഒരു സാധനമായിരിക്കും ഇത്. യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒരു പേപ്പറും വന്നിട്ടുണ്ട്. അതിനാണോ അത് ഒരു അക്നോളജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചതിന് നന്ദി സൂചകമായിട്ടുള്ളൊരു ചെറിയൊരു ലെറ്റർ പോലെ. നമുക്ക് ഇനി പ്രോജക്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതൊരു ബഡ്ജറ്റഡ് പ്രൊജക്ടറാണ്. ബോഡി അത്യാവശ്യം വലിയ കുഴപ്പമില്ല, ഒരു ഹെവി ഫീലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ലുക്കിംഗ് ആണെങ്കിലും ലുക്കിംഗ് വെരി നൈസ്. ഇതിൻ്റെ അകത്ത് 2 HDMI ഇൻപുട്ടും അതുപോലെ തന്നെ 2 USB ഇൻപുട്ടും, അതുകൂടാതെ ഒരു ഓഡിയോ വീഡിയോ ഔട്ടും പിന്നെ ഒരു ഹെഡ്ഫോൺ ഔട്ടും വരുന്നുണ്ട്. പിന്നെ വേറെ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലൊരു സെൻസർ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഈ ഓട്ടോ ഫോക്കസിന് വേണ്ടിയൊക്കെ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി അങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ. ബെഡ്റൂമിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാവേ. ഇത് പവർ ഓൺ ചെയ്യുന്ന ഇവിടെ ആണ് കേട്ടോ. പവർ ഓൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് മുകളിലോട്ടൊന്ന് മാറ്റി വെച്ചോളാം. ഓക്കെ, ഇപ്പോൾ ഓട്ടോ ഫോക്കസ്ഡ് ആയി കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ്ഡ് ആവും ഇത്. അത് കൊള്ളാം. ഇനി ഞാൻ ഈ ഒരു കർട്ടൻ ഒന്ന് അടച്ചിട്ട് നോക്കാം അതിൻ്റെ ക്ലാരിറ്റി എത്രയുണ്ടെന്നേ. അത്യാവശ്യം ഡാർക്ക് റൂം ആണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നല്ല കോൺട്രാസ്റ്റ്, നല്ല കളർ ബാലൻസിങ് ഒക്കെ ലഭിക്കുന്നുണ്ട്. എനിവേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരെണ്ണം വാങ്ങുക, എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.